നമസ്കാരം. ഐസ് ഓഫ് അജിത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയാൽ സന്തോഷം. വർഷങ്ങളായി ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പ്രത്യേകിച്ചും കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവർക്ക് ഒഴിവാക്കാനാവാത്ത ഒരിടത്തേക്കാണ് ഇന്ന് യാത്ര. എല്ലാ തുടക്കങ്ങൾക്ക് മുൻപും വന്നെത്തി വണങ്ങുന്ന ഇടം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിലേക്ക് ബസ്സിലാണ് വരുന്നത് എങ്കിൽ തിരുവനന്തപുരം കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലെത്തി കൊല്ലം ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിയാൽ മിനിമം പോയിന്റിൽ ഗണപതി ക്ഷേത്രത്തിലെത്താം. ട്രെയിനിലാണെങ്കിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 700 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാന്റെ നാമധേയത്തിലുള്ള കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് ആണിത്. പരമ്പരാഗത കേരളീയ നൃത്തരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ ക്ലാസിക്കൽ ആർട്സിൻ്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളും ആടയാഭരണങ്ങളുമെല്ലാം ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്തായാലും സപ്താഹ നാളുകളിൽ ഒന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും അന്നദാനം കൂടി കഴിച്ചിട്ടേ ഉള്ളൂ മടക്കം. പിതാവായ ശിവനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും മകനായ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം ലോകപ്രസിദ്ധി ആർജിച്ചത്. കിഴക്കേക്കര ശിവക്ഷേത്രം എന്നതായിരുന്നു യഥാർത്ഥ നാമം. കിഴക്കോട്ട് ദർശനം നൽകിയിരിക്കുന്ന ശിവനും പടിഞ്ഞാറോട്ട് ദർശനം നൽകിയിരിക്കുന്ന പാർവതീദേവിക്കും മധ്യേ തെക്കോട്ട് ദർശനമായിട്ടാണ് ഗണപതിയുടെ പ്രതിഷ്ഠ. മേടമാസത്തിലെ തിരുവാതിരയും ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയുമാണ് പ്രധാന ഉത്സവങ്ങൾ. പണ്ട് ആലുവ അകവൂർ മനയിലെയും തൃശൂർ ഊമൻപള്ളി മനയിലെയും നമ്പൂതിരി കുടുംബങ്ങളുടെ ഊരായ്മ ഉടമസ്ഥാവകാശത്തിലായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ പിന്നീട് നിർമ്മിക്കപ്പെട്ട പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെതും. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായി കിഴക്കേക്കര ശിവക്ഷേത്ര ദർശനം നടത്തിയിരുന്ന ഇളയിടത്ത് രാജാവ് മനയുമായി ഉണ്ടായ ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് കിഴക്കേക്കര ക്ഷേത്ര ദർശനം ഉപേക്ഷിക്കുകയും സമീപത്തായിട്ട് പടിഞ്ഞാറോട്ട് ദർശനമായി ഉഗ്രമൂർത്തിയായ ശിവക്ഷേത്ര നിർമ്മാണത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. അങ്ങനെ ക്ഷേത്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ സൂര്യോദയത്തിന് മുമ്പുള്ള പ്രഭാതങ്ങളിൽ ഒരു ദിനം തോളിലൊരു മാറാപ്പുമായി ക്ഷേത്ര പരിസരത്തേക്ക് ഒരു വൃദ്ധൻ നടന്നെത്തി. ക്ഷേത്ര നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ആശാരിമാർ ഇദ്ദേഹത്തെ കാണുകയും ഇരിക്കാൻ ഒരു പ്ലാവിൻ മുട്ടി കൊടുക്കുകയും ചെയ്തു. തീ കാഞ്ഞ് തണുപ്പകറ്റി വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കവേ തങ്ങൾക്ക് മുന്നിലിരിക്കുന്നത് ഉളിയന്നൂർ പെരുന്തച്ചൻ എന്ന പ്രസിദ്ധനായ തച്ചുശാസ്ത്ര പണ്ഡിതനാണെന്ന് ആശാരിമാർ മനസ്സിലാക്കി. അങ്ങനെ അവർ ക്ഷേത്ര നിർമ്മാണം കഴിയുന്നതുവരെ പെരുന്തച്ചനോട് തങ്ങൾക്കൊപ്പം ചിലവഴിക്കാൻ ആവശ്യപ്പെട്ടു. ഇതറിഞ്ഞ് രാജാവിനും വളരെയധികം സന്തോഷമായി. അങ്ങനെ ദിവസങ്ങൾക്കൊടുവിൽ തനിക്കിരിക്കാൻ നൽകിയ പ്ലാവിൻ മുട്ടിയിൽ പെരുന്തച്ചൻ ലക്ഷണമൊത്ത ഒരു ഗണപതി വിഗ്രഹം നിർമ്മിച്ചു. താൻ കൊത്തിയുണ്ടാക്കിയ ഈ മനോഹരമായ ഗണപതി വിഗ്രഹം പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് അദ്ദേഹം രാജാവിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടോ രാജാവ് അതിന് അനുമതി നൽകിയില്ല. തുടർന്ന് വിഷമത്തിലായ പെരുന്തച്ചൻ വിഗ്രഹവുമായി കിഴക്കേക്കര ക്ഷേത്രത്തിലെ നമ്പൂതിരിമാരെ സമീപിച്ചെങ്കിലും നിത്യപൂജകൾക്ക് പോലും ബുദ്ധിമുട്ടുള്ളതിനാൽ ഇവിടെ പുതിയൊരു പ്രതിഷ്ഠ കൂടി നടത്തുന്നത് കൂടുതൽ സങ്കടമാകും എന്നവർ പറഞ്ഞു. എന്നാൽ പെരുന്തച്ചൻ ഗണപതിക്ക് വേണ്ട എല്ലാ നിവേദ്യങ്ങളും പൂജകൾക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഗണപതി തന്നെ കണ്ടെത്തിക്കൊള്ളും എന്നും ഈ പ്രതിഷ്ഠ നടത്തിയാൽ ക്ഷേത്ര പുരോഗതി വേഗത്തിലായിരിക്കും എന്നും പറഞ്ഞ് നമ്പൂതിരിമാരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ സന്തുഷ്ടനായ പെരുന്തച്ചൻ
നമ്പൂതിരിമാർക്കൊപ്പം ചേർന്ന് മരം കൊണ്ട് ഒരു ശ്രീകോവിൽ തെക്കുവശത്ത് പണിത് തെക്കോട്ട് ദർശനമായി ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പ്രതിഷ്ഠ കഴിഞ്ഞ് ഭഗവാന് നിവേദ്യം അർപ്പിക്കണ്ടേ? പക്ഷേ രാവിലെ തന്നെ പൂജകളും നിവേദ്യവും എല്ലാം കഴിഞ്ഞിരുന്നതിനാൽ ഒന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന അരിപ്പൊടിയും ശർക്കരയും കദളിപ്പഴവും ഒക്കെ ചേർത്ത് നമ്പൂതിരിമാർ വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി പ്രതിഷ്ഠയ്ക്ക് നിവേദ്യമായി സമർപ്പിച്ചു. പിന്നീട് ലോകപ്രസിദ്ധമായ ഗണപതി ഭഗവാന്റെ ഇഷ്ടനേദ്യമായി ഈ ഉണ്ണിയപ്പം മാറി. കടലുകൾ കടന്ന് ഉണ്ണിയപ്പത്തിന് സ്വാദും മേന്മയും ഒരുപാട് വളർന്നു. സർവവിഘ്നഹരനായ കൊട്ടാരക്കര ഗണപതിക്ക് മുന്നിൽ ഉണ്ണിയപ്പവും നുകർന്ന് നാം എത്ര നേരം നിന്നാലും മതിയാവില്ല. കേട്ടറിഞ്ഞ കഥകൾ ഒരുപാടുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും ഈ ക്ഷേത്രം പ്രതിപാദിക്കുന്നു. പത്ത് ഉണ്ണിയപ്പമാണ് ഒരു കവറിൽ. അതിൻ്റെ വിലയാകട്ടെ 40 രൂപയും. അതിന് ടിക്കറ്റ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്ന് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വേണം അകത്തേക്ക് കയറുവാൻ. ഇവിടെ ഉത്സവ നാളുകളിൽ നടക്കുന്ന ആനയൂട്ടും പിന്നെ എല്ലാ ദിനവും നടക്കുന്ന ഈ ശിവേലിയുമൊക്കെ അങ്ങനെ കണ്ടു നിന്ന് മനസ്സ് നിറഞ്ഞു. നടയടയ്ക്കാൻ നേരമായി. ഇനിയും വരും ഇവിടെ വിഘ്നങ്ങളാകുന്ന നാളീചരങ്ങൾ തിരുനടയിൽ ഉടയ്ക്കാൻ. ഉച്ചസമയമായതിനാൽ സപ്താഹം ഏതാണ്ട് ഇടവേളയിലേക്ക് കടക്കുന്നു. അന്നദാനം ആരംഭിക്കുമ്പോൾ ഇനി അതും കഴിച്ചിട്ട് ഇവിടെ നിന്നും വിട പറയണം.